ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ്. കേരളത്തിൽ 71.16% പേർ വോട്ട് രേഖപ്പെടുത്തി. മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗോവയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഗുജറാത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. മണിപ്പൂരിൽ സായുധ സംഘവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളത്തിലും കനത്ത ചൂട് തുടരുന്നു. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ 3 സ്വർണ്ണ മെഡലുകളുടെ ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഇന്നലെ നടന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 88 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. രാജ്യത്താകെ 61% പേരാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിന് പുറമെ കർണാടക, പശ്ചിമബംഗാൾ തുടങ്ങി 11 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ഔദ്യോഗിക കണക്ക് പ്രകാരം കർണാടകയിലെ 14 മണ്ഡലങ്ങളിലായി 68.47% പേർ വോട്ട് രേഖപ്പെടുത്തി. പശ്ചിമ ബംഗാളിലെ 3 മണ്ഡലങ്ങളിൽ 73.78% പേർ വോട്ട് ചെയ്തു. 13 മണ്ഡലങ്ങൾ ജനവിധി എഴുതിയ രാജസ്ഥാനിൽ 73%-ലധികമാണ് പോളിംഗ്. മഹാരാഷ്ട്രയിൽ 59.63%, യുപിയിൽ 54.85%, മധ്യപ്രദേശിൽ 58.26% പേരാണ് വോട്ട് ചെയ്തത്. മണിപ്പൂരിൽ 78.78%, ത്രിപുരയിൽ 79.66%, ഛത്തീസ്ഗഡിൽ 75.16%, ബീഹാറിൽ 57.81%-വുമായിരുന്നു പോളിംഗ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ ജമ്മു മണ്ഡലത്തിൽ 72.32% പേരാണ് വോട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 71.16% പോളിംഗ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. അന്തിമ കണക്കുകൾ പിന്നീട് ലഭ്യമാകും. 2019 അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വടകര മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിൽ 6%-ലധികം കുറവ് രേഖപ്പെടുത്തി. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഗോവയിലെ വാസ്കോയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. വൈകിട്ടാണ് പരിപാടി. ഗോവയിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടിംഗ് മൂന്നാം ഘട്ടത്തിൽ മെയ് 7 നടക്കും. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ സംഘടിപ്പിക്കുന്ന പ്രചാരണ റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മെയ് 7 തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലും പ്രചാരണം ശക്തമാകുന്നു. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്ര തുടങ്ങിയവർ ഇന്ന് വിവിധയിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പോർബന്ദർ, ബറൂച്ച്, പഞ്ച്മഹൽ എന്നിവിടങ്ങളിൽ മാരത്തോൺ റാലികളിലും വഡോദരയിൽ നടക്കുന്ന റോഡ് ഷോയിലും ശ്രീ ഷാ പങ്കെടുക്കും. വൽസദ് ജില്ലയിലെ ധരംപൂരിലാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തുന്നത്. അസമിൽ ബാർപേട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് റാലിയെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ന് ഗുവാഹത്തിയിൽ മാധ്യമപ്രവർത്തകരുമായി ശ്രീ ഖാർഗെ സംവദിക്കും. അസം മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമയും ഇന്ന് വിവിധ റാലികളിൽ പങ്കെടുക്കും. അസമിലെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ജനം വിധിയെഴുതുന്നത്. കോൺഗ്രസ് താരപ്രചാരകയും തെലങ്കാന മന്ത്രിയുമായ കൊണ്ട സുരേഖയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. BRS പാർട്ടിയെയും അതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവുവിനെയും കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചതിനാണ് നടപടി. സത്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചതെന്ന് കാണിച്ച് BRS വക്താവ് കർണെ പ്രഭാകർ ഈ മാസം 6 സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷൻ നടപടി. ബംഗളൂരുവിലെ ശാന്തി നഗറിലെ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് സമയത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ബാലറ്റ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കിയില്ല എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കമ്മീഷൻ അറിയിച്ചു. ആരോപണം ഉയർന്നതിനെ തുടർന്ന് സെക്ടർ മജിസ്ട്രേറ്റ് കൺട്രോൾ യൂണിറ്റിലെയും രജിസ്റ്ററിലെയും എൻട്രികൾ ഒത്തുനോക്കി പ്രശ്നമില്ലെന്ന് ഉറപ്പുവരുത്തിയെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വടക്കു കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 26 നടക്കും. 39 മുനിസിപ്പൽ ടൗൺ കൌൺസിലുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭയാണ് തിരഞ്ഞെടുപ്പിന് അനുമതി നൽകിയത്. 33% വനിതാ സംവരണം സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാകും ഇത്.
ജൂൺ 7 മുതൽ 11 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും 20 വരെ പത്രിക പിൻവലിക്കാനും സമയമുണ്ടാകും. രാജ്യത്ത് 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ തിങ്കളാഴ്ച വരെ പിൻവലിക്കാം. അതിനിടെ 5ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചു. 5ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക നൽകാം. 20-നാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 13-നാണ് 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മണിപ്പൂരിൽ സായുധ സംഘത്തിന്റെ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ആക്രമണത്തിൽ 2 CRPF ജവാന്മാർ കൊല്ലപ്പെടുകയും ഒരു സബ് ഇൻസ്പെക്ടർക്കും ഹെഡ് കോൺസ്റ്റബിളിനും പരിക്കേൽക്കുകയും ചെയ്തു. ബിഷ്ണുപൂർ ജില്ലയിലെ നാരായൺസീന ഗ്രാമത്തിൽ അർദ്ധരാത്രിയിലാണ് സംഭവം. സമീപത്തെ മീത്തെ ഗ്രാമങ്ങളുടെ സംരക്ഷണത്തിനായി നിയോഗിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുകയാണ്. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സുരക്ഷാ സേന 2 ഭീകരരെ വധിച്ചു. വടക്കൻ കശ്മീരിലെ നൌപോര മേഖലയിൽ സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പ്രസിഡന്റ് ഷീ ജിൻപിങ്, വിദേശകാര്യമന്ത്രി വാങ് യി, മറ്റ് ഉന്നത ചൈനീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഹോങ്കോങ്, ഷിൻജിയാങ്, ടിബറ്റ് എന്നിവിടങ്ങളിലെ ചൈനീസ് ഇടപെടൽ സംബന്ധിച്ച ആശങ്കകൾ US പങ്കുവച്ചു. ദക്ഷിണ ചൈന കടലിലെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും അമേരിക്ക നിലപാട് വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാനും ഉഭയകക്ഷി ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നേതാക്കൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതലത്തിലും കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, തെലങ്കാന, റായലസീമ, കർണാടക, തമിഴ്നാട്, കിഴക്കൻ ഉത്തർപ്രദേശ്, മാഹി, കൊങ്കൺ, പശ്ചിമ ഉത്തർപ്രദേശ്, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശക്തമായ ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. 41 ഡിഗ്രി സെൽഷ്യസാണ് ജില്ലയിലെ ഇന്നത്തെ ഉയർന്ന താപനില. ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് തൃശൂർ, കൊല്ലം ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ സുവർണ നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. ജ്യോതി സുരേഖ വെന്നം, അദിതി ഗോപിചന്ദ് സ്വാമി, പർണീത് കൌർ എന്നിവരടങ്ങിയ വനിതാ ടീം ഇറ്റാലിയൻ ടീമിനെ പരാജയപ്പെടുത്തി സ്വർണം നേടി. ജ്യോതി സുരേഖ വെന്നം, അഭിഷേക് വർമ്മ സഖ്യം കോമ്പൌണ്ട് മിക്സഡ് വിഭാഗത്തിൽ എസ്തോണിയയെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. പുരുഷ വിഭാഗത്തിൽ അഭിഷേക് വർമ്മ, പ്രിയൻഷ്, പ്രഥമേഷ് ഫ്യൂജെ എന്നിവരടങ്ങിയ ഇന്ത്യൻ ടീമും സ്വർണം നേടി. ഫൈനലിൽ നെതർലൻഡ്സിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരം. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7:30 ലക്നൌവിൽ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. ISL ഫുട്ബോൾ സെമി ഫൈനൽ 2ാം പാദ മത്സരത്തിൽ ഒഡീഷ നാളെ മോഹൻ ബഗാൻ FCയെ നേരിടും. കൊൽക്കത്തയിൽ വൈകിട്ട് 7:30 മത്സരം. ഷാർജയിലെ സ്കൂളിൽ അധ്യാപികയായ തിരുവനന്തപുരം സ്വദേശിനിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. ആർ ഓൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന ജീന ജസ്റ്റിസിനാണ് കേംബ്രിഡ്ജ് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് അവാർഡിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. 2005 മുതൽ UAEയിൽ ജോലി ചെയ്തു വരികയാണ് ജീന. പ്രൈമറി, സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ മികവിന് നൽകുന്ന ആഗോള പുരസ്കാരമാണ് കേംബ്രിഡ്ജ് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് അവാർഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ്. കേരളത്തിൽ 71.16% പേർ വോട്ട് രേഖപ്പെടുത്തി. 3ാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗോവയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഗുജറാത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. മണിപ്പൂരിൽ സായുധ സംഘവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളത്തിലും കനത്ത ചൂട് തുടരുന്നു. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ 3 സ്വർണ്ണ മെഡലുകളുടെ ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.